ഈ ആഴ്ച നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു കാര്യമാണ്. ആ ബസ്സിൽ വെച്ച് മുട്ടി തട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു റീലിട്ടൊരു പെൺകുട്ടി അല്ലേ അങ്ങ് വൈറലായത്. ആ വൈറലായതോടുകൂടെ ഒരു മനുഷ്യനെ വല്ലാണ്ട് അപമാനിക്കുകയും ആ മനുഷ്യൻ്റെ മാനത്തിനും ആ മനുഷ്യൻ്റെ സമാധാനത്തിനും അതൊരു കടന്നുകയറ്റമാവുകയും അദ്ദേഹത്തെ അങ്ങ് അപമാനിച്ച് അങ്ങ് താഴ്ത്തിക്കളഞ്ഞ് അദ്ദേഹത്തെ അങ്ങ് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. സ്വയം അദ്ദേഹം മരണം ഏറ്റുവാങ്ങി. ശരിക്ക് നിഷ്കളങ്കരായ ആളുകൾ, തെറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഈ അപമാന ഭാരം തീരെ സഹിക്കാൻ കഴിയും. ഈ എന്തെങ്കിലും ചില ദുരുദ്ദേശങ്ങളുടെ ഫലമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചില തോന്നലുകളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു നമുക്കുണ്ടല്ലോ ചില നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മറ്റുള്ളവരുടെ അവകാശങ്ങളിലേക്ക്, മറ്റുള്ളവരുടെ ഇതിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ആത്മഹത്യാ കുറ്റത്തിന് കേസ് നടക്കുന്നുണ്ടെങ്കിൽ പോലും, ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് നഷ്ടപ്പെട്ടു പോയാലും മനുഷ്യന് നമുക്ക് തിരിച്ചു കിട്ടില്ല. ആ മനുഷ്യൻ്റെ ലൈഫ്, ആ മനുഷ്യന് മാനം, അതൊക്കെ ഒരു വലുതാണ്. ആ ഒരമ്മ നെഞ്ചുകൂട്ടി കരയുന്നത് നമ്മൾ കണ്ടു. ഏതൊരമ്മയ്ക്കും അത് സഹിക്കില്ല. ആരും നമ്മൾ ആ ഒരു സ്ഥാനത്ത് നമ്മളുടെ മക്കളെ നമ്മൾ കണ്ടുപോകും. എല്ലാ അമ്മമാർക്കും അവരുടെ മക്കൾ വലുതാണ്. പ്രത്യേകിച്ച് വളർത്തി വലുതാക്കിയ മക്കൾ, ഒരസുഖമില്ലാത്ത ആളുകൾ, അത്രയ്ക്കും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമില്ലാതെ, അസുഖങ്ങളില്ലാതെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്നൊരു നിമിഷം നമ്മുടെ മുന്നിൽ നിന്ന് ഒരു തെറ്റും ചെയ്യാതെ നിരപരാധിയായ ആളുകൾ പെട്ടെന്ന് അങ്ങ് ഒരു എന്തോ അപമാന ഭാരത്താൽ ജീവിതം അവസാനിപ്പിച്ച് പോകുക എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഉൾക്കൊള്ളാൻ ഒരമ്മയ്ക്കും ഒരച്ഛനും കഴിയില്ല. നമ്മൾ ചെയ്യേണ്ട ഇവിടെ ശുചിത തെറ്റുകാരിയാണെന്നാണ് ഇപ്പോൾ ഒക്കെ എല്ലാവരും നമ്മൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നതും കമൻറ്റുകളും കാര്യങ്ങളും നമ്മുടെ ഇതൊക്കെ നിരീക്ഷണങ്ങളും അതിൻ്റെ അന്വേഷണമൊക്കെ പോകുന്നത് അങ്ങനെയാണ്. എന്നാലത് ശിക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല, അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്നും ആയിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട ഒരു സോഷ്യൽ മീഡിയ പക്വതയുണ്ട്. നമ്മൾ ഒരു ഇത്തിരിയൊക്കെ നമ്മൾ മെച്ചേർഡായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയെ കൈകാര്യം ചെയ്യുക. എന്തെങ്കിലും കാണുമ്പോഴേക്ക് അതിലങ്ങ് കയറി കമൻ്റ് അടിച്ച് അതിനെ അങ്ങ് ഷെയർ ചെയ്തിട്ട് അതിനെ അങ്ങ് എന്തെങ്കിലും ആയിട്ട് അങ്ങ് വൈറലാക്കി എടുക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും ചിന്തിക്കേണ്ടത് ഇതൊന്നും നമ്മുടെ സമൂഹത്തിനോടും നമ്മളോടൊക്കെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ നന്മകളെ പ്രചരിപ്പിക്കുക, നന്മകൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക, നന്മ ഉൾക്കൊണ്ട് നമ്മൾ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുക. അല്ലാണ്ട് ഈ എന്തെങ്കിലും കാണുമ്പോഴേക്ക്, എവിടെന്നെങ്കിലും കാണുമ്പോഴേക്ക് ആരെങ്കിലും അങ്ങ് അപകീർത്തിപ്പെടുത്താനും, ആർക്കെങ്കിലും അങ്ങ് കൂട്ടായി നിൽക്കാനും, ആർക്കെങ്കിലും അങ്ങ് വൈറലാകാനങ്ങ് എന്തെങ്കിലും കാണുമ്പോഴേക്കും അങ്ങ് ഷെയർ ചെയ്തിട്ട് അങ്ങ് കൂടി എന്താണ് ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്, എന്താണ് ഇതിലുള്ള കാര്യം, ഇതിൽ തെളിവുണ്ടോ, ഇതൊക്കെ ഉള്ളതാണോ എന്നൊന്നും അറിയാതെ നമ്മൾ അതിൽ കയറി അങ്ങ് നിരങ്ങുന്നൊരവസ്ഥയുണ്ടല്ലോ. ഇത്തിരിയൊക്കെ നമ്മൾ ഒന്നുകൂടെ അതൊക്കെ നിർത്തിയിട്ട് കുറച്ചുകൂടെ നമ്മൾ പക്വതയുള്ളവരാവുക. നമ്മുടെ ഉപയോഗം, ഈ സോഷ്യൽ മീഡിയ ഉപയോഗം പക്വമാവുക. അതുകൊണ്ട് നമ്മളുടെ ഉപയോഗം കൊണ്ട്, നമ്മളുടെ കമൻറ്റ് കൊണ്ട്, നമ്മളുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാളെയും വേദനിപ്പിക്കാതിരിക്കുക. മറ്റൊരാളുടെയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാതിരിക്കുക. നമ്മളിപ്പോൾ മരിച്ചുപോയ ആളെ നമ്മൾ വേദനയോടെ എല്ലാവരും സ്മരിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. അതോടുകൂടെ ഈ ചെയ്ത വ്യക്തിയെ പലരും ഇന്ന് കുറച്ചുകൂടെ ഒരു പാകത്തിൽ നമുക്ക് കുറേയൊക്കെ നമ്മളുടെ ഒരു ഫീലിങ്സ് ചിലരൊക്കെ പലരും എക്സ്പ്രസ് ചെയ്യും, അത് ചെയ്യേണ്ടതുമാണ്. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ സത്യം നമ്മൾ അറിയുന്നതിൻ്റെ മുന്നേ ഒരു കുട്ടിയെ അങ്ങ് എല്ലാവരും കൂടെ അങ്ങ് ചേർന്ന്, ഇനി എങ്ങാനും ആ പെണ്ണ് ചെയ്തതാണെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറം നമ്മൾ അതിനെയും മാനസികമായിട്ട് കൊല്ല ചെയ്യുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് നല്ലതുമല്ല. അതിനൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളുള്ളത്. നിയമങ്ങൾ അർഹിക്കുന്ന ശിക്ഷ മേടിച്ചു കൊടുക്കാൻ, ശിക്ഷ കിട്ടാൻ, ശിക്ഷ കൊടുക്കുകയും വേണം. അതിനപ്പുറം നമ്മൾ ഈ മനുഷ്യർ നമുക്കിതിലൊന്നും ഈ
സാമൂഹികമായിട്ടുള്ള ആളുകളെ അങ്ങ് കൊല്ലുന്നത്, മാനസികമായിട്ട് കൊല ചെയ്യുന്നതൊന്നും ഒരു ഈ ബോധമുള്ള ഒരു ജനതയുണ്ടല്ലോ, ഒരു ആധുനിക ജനത എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ജനവിഭാഗത്തിന് ഇതൊന്നും പറഞ്ഞതല്ല. നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യങ്ങളെ ബോധപൂർവമാക്കുക, തിരിച്ചറിവുള്ള ഒരു ജനതയാവുക, നമ്മുടെ സമൂഹത്തിന് നന്മയുള്ളൊരു ജനതയാവുക. ആ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുക. ആ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരിക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ നാടിനും നന്മ, മനുഷ്യർക്കും നമുക്കും എല്ലാം നന്മയായിട്ട് തീരുന്നത്. നമുക്കതിനുള്ളൊരു ശേഷി തരട്ടെ. നമ്മൾ അങ്ങനെയുള്ള ആളുകളാവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ.